19 വർഷക്കാലം കാട് ഭരിച്ചൊരു കടുവയുടെ കഥയുണ്ട്. രത്തൻപൂർ ടൈഗർ റിസർവിനെ അടക്കി ഭരിച്ച ഒരു കടുവയുടെ കഥ. ഒരുപക്ഷെ രത്തൻപൂറിനെ ഇത്രമാത്രം പോപ്പുലർ ആക്കാൻ സഹായിച്ചത് ഈ കടുവ തന്നെയായിരിക്കാം. അങ്ങനെ ഒരു കടുവയുടെ സ്റ്റോറിയുണ്ട്, മച്ചലി ടൈഗർ. T19ൻ്റെയും ലേക്ക് ഓഫ് ലേഡി എന്ന് പറയുന്ന മറ്റൊരു ടൈഗറിൻ്റെയും കൂടി കബ്ബായിട്ടാണ് മച്ചലി ടൈഗർ ജനിക്കുന്നത്. അതും കുറേ വർഷങ്ങൾക്ക് മുമ്പ്. മറ്റു കടുവയിൽ നിന്നെല്ലാം ഈ കടുവയ്ക്കുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ ഹണ്ടിങ് സ്കില്ല് തന്നെയായിരുന്നു. കാരണം വലിയ പ്രൊഡേറ്റേഴ്സിനെ അല്ലെങ്കിൽ വലിയ പ്രൈസിനെ ഹണ്ട് ചെയ്യാനുള്ള കഴിവായിരുന്നു ഇതിൻ്റെ പ്രത്യേകത. ഇതിനെ വേൾഡ് വൈഡായിട്ട് പോപ്പുലാരിറ്റി കിട്ടാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഹണ്ടിങ് തന്നെയായിരുന്നു. ഹണ്ടിങ് എന്ന് പറയാനില്ല, ഒരാക്രമണവും അതിൻ്റെ പ്രത്യാക്രമണവും. ഒരിക്കൽ ഈ കടുവ ഒരു വലിയ മുതലയുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലുണ്ടായിരുന്നു. മുതല ഈ കടുവയെ പിടിച്ച് ഒരുപക്ഷെ ശക്തമായ ഏറ്റുമുട്ടൽ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഏറ്റുമുട്ടൽ ഒരുപക്ഷെ വെള്ളത്തിനടിയിലേക്ക് വരെ ഈ കടുവേനെ വലിച്ചുകൊണ്ട് ആ മുതല പോയിരുന്നു. എന്നാൽ ഇതിൻ്റെ തിരിച്ചുള്ള പ്രത്യാക്രമണമായിരുന്നു അതിഭീകരം എന്ന് പറയുന്നത്. ആ ആക്രമണത്തിൽ വെള്ളത്തിൽ തന്നെ ഏറ്റവും വലിയ ആക്രമണകാരിയായിട്ടുള്ള മുതലയെ അത് കീഴ്പ്പെടുത്തുകയാണെങ്കിൽ ആക്രമിച്ച് കീഴ്പ്പെടുത്തി പിന്നീട് അതിനെയും വലിച്ച് കരയിലേക്ക് കൊണ്ടുവന്ന് തിരിച്ച് രാജാവിൻ്റെ ഭാവത്തിൽ കയറി വരുന്നൊരു ഷോട്ട് അല്ലെങ്കിൽ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ഫൈറ്റോട് കൂടിയിട്ടാണ് ഈ രത്തൻപൂറിൻ്റെ മച്ചലി ടൈഗർ ഈ രത്തൻപൂറിൽ മാത്രമല്ല ലോകത്തെമ്പാടും അറിയപ്പെടാൻ തുടങ്ങിയത്. പിന്നീട് ഇതിൻ്റെ ഹണ്ടിങ് സ്റ്റൈൽ തന്നെ എങ്ങനെയായിരുന്നു, വലിയ വലിയ മൃഗങ്ങളെ വേട്ടയാടുക എന്നുള്ളതായിരുന്നു മച്ചലി ടൈഗറിൻ്റെ പ്രധാനപ്പെട്ട വിനോദം എന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം സ്കിൽഫുള്ളായിട്ടുള്ള ഒരു ടൈഗറായിരുന്നു ഈ മച്ചലി ടൈഗർ. അതുകൊണ്ട് തന്നെ ഈ ടൈഗറാണ് ആക്ച്വലി രത്തൻപൂറിൻ്റെ ടൈഗർ പോപ്പുലേഷനെ വ്യാപിപ്പിക്കാനും അല്ലെങ്കിൽ ടൈഗർ ടെറിട്ടറിനെ വ്യാപിപ്പിക്കാനും ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച കടുവ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇരിക്കെ 19 വർഷത്തിന് ശേഷം പതുക്കെ പല്ല് കൊഴിഞ്ഞും വയസ്സായതോടുകൂടി പല്ല് കൊഴിഞ്ഞും ആക്രമണശേഷിയൊക്കെ നഷ്ടപ്പെട്ട് കാലത്തിൻ്റെ അവസാനത്തോടു കൂടിയിട്ട് 19 വർഷം കാടിനെ അടക്കി ഭരിച്ചതിന് ശേഷമാണ് മച്ചലി ടൈഗർ വിടവാങ്ങുന്നത്. അതിനുശേഷം മച്ചലി ടൈഗറിൻ്റെ കബ്ബായിട്ടുള്ള T19, T16 പിന്നീട് വന്ന പരമ്പരകളാണ്. എങ്കിലും രത്തൻപൂർ എന്ന് പറയുന്ന ടൈഗർ റിസർവിനെ കുറിച്ച് ആളുകൾ കേൾക്കുമ്പോൾ ഇന്നും ഓർക്കുന്ന ഒരേ ഒരു പേരെന്ന് പറഞ്ഞാൽ അത് മച്ചലി ടൈഗർ തന്നെയാണ്. കാരണം ആ മച്ചലി ടൈഗർ മരിച്ചതിന് ശേഷം അതിൻ്റെ അടക്കം പോലും വളരെ ആചാരപൂർവ്വമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ടൈഗർ ഒരു കടുവ മരിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം ഉപചാരപൂർവ്വമാണ് ആ കടുവേനെ സംസ്കരിക്കുന്നതെന്നുള്ളത്. സാധാരണഗതിയിൽ കടുവയെ പ്രായമായിട്ട് മരിച്ചു കഴിഞ്ഞാൽ അതിന് ഫോറസ്റ്റുകാർ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം മറ്റു പ്രൊസീജിയറും കഴിഞ്ഞ് നേരെ നോർമലായിട്ടുള്ള രീതിയിലാണ് അതിനെ ബറി ചെയ്യുക. പക്ഷേ ഈ കടുവയ്ക്ക് മാത്രം അത്രമാത്രം പ്രയോറിറ്റി കൊടുത്തുകൊണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ നിന്ന് ആളുകളും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റെല്ലാം ഈ കടുവേനെ കണ്ടത് തന്നെ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കഥ എന്ന് പറയുന്നത് ഇത്രയും രസകരമായിട്ടുള്ളൊരു കഥ ഞാൻ രത്തൻപൂറിൽ ചെന്നപ്പോൾ കേൾക്കാനിടയായിട്ടുള്ള കഥകളിൽ ഒന്നിതായിരുന്നു മച്ചലി ടൈഗറിനെ കുറിച്ചുള്ളത്. ബാക്കി കഥകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.